ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബംഗ്ലാദേശ് ബോർഡർ ആണ് കേട്ടോ. ഇവിടുന്ന് ആ കാണുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ബംഗ്ലാദേശാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡേ 4 മോർണിംഗ് ഇങ്ങനെയാണ്. നമ്മൾ മറ്റേ മോസിൻഡ്രോം വില്ലേജിലാണല്ലോ സ്റ്റേ ചെയ്തത്. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് ഒരു 10-11 അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ മഴയാണ്. നമ്മൾ റൂമിൽ നിന്ന് കാണുന്ന ഇതാ, മൈ ഗാഡ്. ഇതോ അവിടെയൊക്കെയാണ് ഇവരുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊന്നും കാണുന്നില്ല. ഫുള്ള് മേഘങ്ങളാണല്ലോ റൂമിലടക്കം. ആക്ച്വലി കോടമഞ്ഞല്ല അല്ലേ, ശരിക്കും മേഘങ്ങൾ തന്നെയാണ്. കോടമഞ്ഞിന് ആക്ച്വലി കുറച്ചുകൂടി നല്ല തണുപ്പുണ്ടാവില്ലേ, തണുപ്പ് കൂടുമ്പോഴല്ലേ. ഇവിടെ അത്ര അങ്ങനെ തണുപ്പല്ല, പക്ഷെ ഫുള്ള് മേഘണ്ട. 12 മണിക്കൂർ മഴ കഴിഞ്ഞുള്ള ഒരവസ്ഥ ഉണ്ടത്. ഗുഡ് മോർണിംഗ്. മോറലായിട്ട് റിക്കേർഡ് ഫോൺ വരെ പറയുന്നുണ്ട് മോറലായിട്ട് റിക്കേർഡ്, പക്ഷെ ഇവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റിൽ ഫുള്ള് കോടമഞ്ഞ്. ഗുഡ് മോർണിംഗ് അഗെയിൻ ഫ്രം മേഘാലയ. നമ്മുടെ ഇന്ന് ഡേ 4 ആണ്. വി വോക്ക് അപ്പ് ഇൻ ദ വെറ്റസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്, വെറ്റസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, മോസിൻഡ്രാം. നമ്മൾ ആക്ച്വലി മോസിൻഡ്രാമില് വില്ലേജിന്റെ പേരെന്താ പറഞ്ഞത്? മോലിബ്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ ഇന്നലെ സ്റ്റേ ചെയ്തില്ലേ, അവിടെയാണ്. രാവിലെ എണീറ്റ് ഇന്നലെ 7 മണിക്ക് തുടങ്ങിയ മഴ, ഇന്ന് രാവിലെ ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായി, ഇപ്പോഴും മഴ തന്നെയാണ്. അപ്പോൾ ഇന്ന് മോസിൻഡ്രാമിൽ കാണിച്ചതാണ് വേൾഡ്സ് വെറ്റസ്റ്റ് പ്ലേസ്. നമ്മൾ രാവിലെ എണീറ്റ് ഇങ്ങനെ മഞ്ഞും മഴയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വെതർ. ഫുൾ ടൈം റൂമെല്ലാം വെറ്റാണ് കേട്ടോ. ഫുൾ ടൈം ഈ ഒരു ഈർപ്പമുള്ള സ്ഥലമാണിത്. What a weather. ആണ് നമ്മുടെ കോട്ടേജ്. രാവിലെ മീറ്റിംഗ്. നല്ല മഴ. ആ ഇവിടെ സൂര്യനൊക്കെ നേരത്തെ ഉദിച്ചു, പക്ഷെ നല്ല മഴയാണ്. ഞങ്ങൾ ചെറിയ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കണം. ആരും എണീറ്റില്ല, നമ്മൾ മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അവർ പറഞ്ഞത് നല്ല ഇതേപോലെ ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിവർ റാഫ്റ്റിങ്ങിന് പോകാൻ പറ്റില്ല, പക്ഷെ സ്പ്ലിറ്റ് റോക്ക് പിന്നെ അങ്ങനത്തെ 1-2 ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. നല്ല മഴയാണെങ്കിൽ പുഴയിൽ വെള്ളം കൂടുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. വാട്ടർഫോള് കുറച്ച് സീനായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ മഴ ഇപ്പം നിന്നൊന്നും അറിയാൻ പറ്റില്ല. തൽക്കാലമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, നോക്കാം. എനിക്ക് 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയെന്ന് പറഞ്ഞത്. പിന്നെ മേഘാലയ വരാൻ ശരിക്കും മേഘാലയ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ. ഇപ്പോൾ മൺസൂണിൽ വരികയാണെങ്കിൽ എവിടേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം. അഥവാ മറ്റേ വിന്റർ സമയത്തൊക്കെ വരുന്നെങ്കിൽ ആൾക്കാരുടെ ക്ലിയർ വാട്ടർ സാധനങ്ങളൊക്കെയാണ് പ്രിഫർ ചെയ്യുക. ദൗക്കിയും മറ്റേതൊക്കെ. നമ്മൾ പക്ഷേ ദൗക്കിയൊന്നും പോകുന്നില്ല, കാരണം അവിടെയൊക്കെ ഫുൾ കലങ്ങിയ വെള്ളമായിരിക്കും, അവിടെ പോയിട്ട് കാര്യമില്ല. അത് മാത്രമല്ല അവർ പുതിയ റോഡ് വന്നിട്ട് ലാൻഡ് സ്ലൈഡ് പുതിയ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരുമ്പോൾ വന്ന ഹൈവേയിൽ അത് സ്ട്രെയിറ്റ് പോകുന്നത് ബംഗ്ലാദേശ് ബോർഡർ, ബംഗ്ലാദേശിലോട്ട് കണ്ടിട്ട് വന്ന റോഡാണ്. ദൗക്കിയൊക്കെ ആ ഏരിയയാണ് വരുന്നത്. അപ്പോൾ അവിടെ എവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് പുഴയിലൊക്കെ ആകെ വെള്ളമൊക്കെ ഒട്ടും ക്ലിയർ അല്ല, കുറച്ച് റിസ്കി ആണെന്നാണ് നമ്മളെ ഡാമി പറഞ്ഞത്.
അപ്പോൾ നമ്മൾ മൺസൂൺ വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ക്ലിയർ വാട്ടറും ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് വിൻ്ററിൽ ആക്ച്വലി ഇവിടെ ഭയങ്കര എക്സ്ട്രീം തണുപ്പായിരിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോഴും 4 വരെയൊക്കെ പോട്ടാ, 3-4 ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ. ഷില്ലോങ് 3-4 വരെ അപ്പൊ ഇവിടെ അതിനെക്കാട്ടി ഇവിടെ അതിലുണ്ടാവും. യെസ്. ഗുഡ് മോർണിംഗ്. സമയം ഏതാണ്ട് 11 മണി ആവാറായി. മഴ ഒട്ടും കുറവില്ല, പക്ഷെ ഇപ്പം ചെറുതായിട്ടൊന്ന് ചാറിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകും. നല്ല തണുപ്പുണ്ട്. എനിക്ക് ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്. ഇവ പറഞ്ഞുകൂടെ അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അത് മഴ അങ്ങനെ നിൽക്കാണ്ട് കഴിയില്ല, അതിൻ്റെ തണുപ്പ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡു സം ആക്ടിവിറ്റീസ്. സോ we have started our journey. ആദ്യം നമ്മൾ സ്പിഡ് റോക്ക് കാണാൻ വന്നു, ട്രക്കിങ്ങിന് പോകുന്നു. അതിനുശേഷം വാട്ടർ ആക്ടിവിറ്റീസ്. അതെ, മഴയത്തൊരു വാട്ടർ ആക്ടിവിറ്റീസ്. നമ്മുടെ ഡേമി ബ്രോ ആണ് വണ്ടി ഓടിക്കുന്നത്. വേറെ 2 ആൾക്കാരുണ്ട്. ബ്രോ ടെൽ യുവർ നെയിം. My name is Tambor. Tambor. Bro, your name? Joy. Joy. Wow. ഇവരാണ് നമ്മുടെ എന്താ പറയുക ആക്ടിവിറ്റീസിനൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതും. ഫുൾ ബാക്കിൽ ഫുള്ള് സാധനങ്ങളാട്ടോ, ഫുള്ള് ലൈഫ് ജാക്കറ്റും സാധനങ്ങളും എല്ലാം ആയിട്ട് സെറ്റാണ്. അല്ല, ഇവര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വയസ്സുണ്ടാവും. നമ്മളെ കണ്ടല്ലോ നമ്മൾക്ക് വയസ്സില്ലാന്ന് തോന്നുന്നില്ല. അങ്ങനെ ഓക്കെ. സോ the day starts here. ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. The real monsoon trek begins here. നമ്മൾ മഴയൊക്കെ മാറ്റി, മഴയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഫുൾ കോസ്റ്റ്യൂമൊക്കെ മാറ്റി, കോട്ടൊക്കെ ഇട്ട്. ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെരുപ്പ് വന്നിട്ടുണ്ടായി. നമ്മുടെ ചെരുപ്പ് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ചെരുപ്പ് വന്നു. ഇവിടെ പാർക്കിംഗ് ആണ്, വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൈഡ്സ് ഉണ്ട് അവിടെ. ഇതാണ് സ്പ്ലിറ്റ് റോക്കേക്കുള്ള വഴി. 800 ഒക്കെ വൃത്തിക്ക് പണി തന്നെ. നല്ല വീൽസും ഒക്കെ ഇട്ടിട്ട് കിട്ടില്ല കളർ കേട്ടോ. മേക്കാലം I was telling you, we have a lot of similarities. Kerala and Meghalaya. KLML. Yeah. And yeah, we also modify cars a lot. We take good care of cars. Yeah, KLML. Yeah. Krot, you can try. So, krot. Then what do you call this? Cow bangka. Bangham. You can eat. Cow bangka. Cow bangka means very tasty. Very. കൊള്ളാം. നമ്മുടെ പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല, എന്തൊരു സാധനം. Okay. Okay, we'll go. You got to pick up first. Yes. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബംഗ്ലാദേശ് ബോർഡർ ആണ് കേട്ടോ. ഇവിടുന്ന് ആ കാണുന്ന വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ബംഗ്ലാദേശാണെന്നാണ് അവർ പറയുന്നത്. ഇത് ശരിക്കും ഈ ചെരുപ്പ് കിടലിനാണ് കേട്ടോ. എന്തൊക്കെ ചെറിയ വഴുക്കലുള്ള സ്ഥലമാണ്, പക്ഷെ ഒട്ടും വഴുക്കുന്നില്ല. ഇതാണ് റോക്ക്. ഇവിടെയൊക്കെ നമുക്ക് കുറേ കുഴി പോലെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്പ്ലിറ്റ് റോക്ക്. വാവ്. ഇത് അവർ പറയണ്ടായിരുന്നു, ആ 1800s ഉണ്ടായ എർത്ത് ക്വേക്ക് വഴിയാണ്, എർത്ത് ക്വേക്ക് കാരണമാണ് ഇങ്ങനെ ഈ റോക്ക് സ്പ്ലിറ്റായി പോയെന്നുള്ളത്. നമുക്ക് താഴ്ക്കോ. ഇവിടെ ഒരു 400 മീറ്റർ ട്രക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ 18th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം കാരണമാണ്, എർത്ത് ക്വേക്ക് കാരണമാണ് ഈ റോക്ക് ഇങ്ങനെ സ്പ്ലിറ്റായി പോയത്. അപ്പോൾ നമുക്ക് 400 മീറ്റർ ട്രക്ക് ഉണ്ട്, അതിൽ ക്ലൈംബിങ് ഉണ്ട്, വേറെ എന്തൊക്കെയല്ലേ, ക്രോളിംഗ് ഉണ്ട്. യെസ്. Yep.
ഇതാണ് ഇതിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അതാണ് ഇതിലേക്ക് എൻട്രൻസ്. ലൈറ്റൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. In winter also there is. Winter also it's very good. See, in winter it's looking brown. All those greenery now, it's looking brown. In monsoon it's looking Green. It's different. If there is a foggy inside also, it's looking very different. ഓതോ അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ക്രോൾ ചെയ്ത് കയറണ്ടേ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ വന്ന് നമ്മളങ്ങനെ കയറി. ഇത് വൺ വേ ട്രക്ക് കേട്ടോ, നമ്മൾ തിരിച്ചിറങ്ങണ്ട. ഇവിടെ നിന്നാണ് ഇറങ്ങി നമ്മൾ ഈ വഴി ഇങ്ങോട്ട് പോയി അപ്പുറത്ത് വന്നത്. ചെറിയ ചെറിയ പിള്ളേരുണ്ട് കേട്ടോ. സാധാരണ ഇത്ര ഇത് കുറച്ച് അല്ല, ഇതൊരു റിസ്കി ഒന്നുമല്ല. ഈ പാറ അങ്ങനെ വഴുക്കൽ മാറിയൊന്നുമല്ല, അതുകൊണ്ട് റിസ്കി ഒന്നുമല്ല. അവർ കറക്റ്റായിട്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവര് നല്ല ഹെൽപ്ഫുൾ ആണ്. ഇവര് എല്ലാ ഹെൽപ്പും ഉണ്ട്. Turn around, go back. Turn around. Yes. Hold it tight. നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്ന ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളുണ്ട്, ഏറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. Float, speedrun. Float. This water will there's no way to go. It will be gone. So that was speed rock trekking. Good experience കേട്ടോ. 4 ഫേസസ് ഉണ്ട്. 4 ഫേസസിലും ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് നമ്മളിങ്ങനെ കയറി ഇറങ്ങിപ്പോകും. അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ബാക്കി വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇവിടെ ഇതാണ് ആക്ച്വലി നമ്മൾ വൺ വേ ട്രക്കാണ്. നമ്മൾ അതിനെ കയറി ഇതിനെ വരുവാണ് ചെയ്യുക. ഇവിടെ നിറയെ പൈനാപ്പിൾ ചെടികളൊക്കെ ഉണ്ട്. മനസ്സിലായി, ബേബി പൈനാപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്നു. നൈസ്. പിന്നെ ഈ പിള്ളേരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ നല്ല ഹെൽപ്ഫുള്ളാണ്. വാ, don't take any plant. Why? Don't take any plants. This is a private property. Oh, okay, it's a private property, yeah. Otherwise people will pluck pineapple and go. ഇവിടുന്ന് മഴ പെയ്യുന്ന വെള്ളം എല്ലാം ഫുള്ള് അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശ് കണ്ടോ ഫുള്ള് ഫ്ലഡഡ് ആണ്. ബംഗ്ലാദേശിൽ ഫുള്ള് വെള്ളമുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി മഴയൊക്കെ ഒന്ന് പോയപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ.
കണ്ടോ ആ വെള്ളം കണ്ടോ? ഓൾ ദീസ് ലൈക്ക് സ്ലഷി ലാൻഡ്സ്. നമ്മളിനി റിവർ ആക്ടിവിറ്റീസ് അതുകൊണ്ട് എന്താണ് പിന്നെ നമ്മള് പറഞ്ഞു നമ്മള് പാക്കേജ് എടുത്തിട്ടാണ്. നമ്മള് അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുന്ന സമയത്തും ഇന്ന സ്ഥലങ്ങളിൽ പോകണം, അവിടെ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാവും. ഇത് നമ്മൾ അവരെ ഏൽപ്പിച്ചു, അവർ ഇന്നൊരു ഐറ്റിനറി അയച്ചു തന്നു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായില്ല, പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്താനും പറ്റിയില്ല. സോ എക്സൈറ്റ് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്നലത്തെ മറ്റേ ആ ബീച്ച്, ആ കേവ്സ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ്. നമുക്കിനി റിവർ ആക്ടിവിറ്റി മഴ കുറച്ചൊന്ന് കുറവുണ്ട്. Kayaking. River trekking. River canyoning. Yes. River canyoning, river trekking. Put on a jacket. Yes. Bro, nak jalan je. We are all set for river trekking. ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി. ഇനി ഫുൾ മഴയാണ് കേട്ടോ. ഇനി ഇത് റിയൽ മേഘാലയൻ മൺസൂൺ ട്രക്ക് സ്റ്റാർട്ട്. നല്ല വെള്ളമാണ്. അവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചാടണോ? നമ്മൾ ചാടും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തെത്തിയോ? ഒരു ചെറുത് that small girl will also jump. Let's go. Look at this. Look at this. ഈ ഒരു ആക്ടിവിറ്റി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് എത്രത്തോളം ഡേഞ്ചറസ് ആയിരുന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. കാരണം ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. പക്ഷേ നല്ല ഒഴുക്കായിരുന്നു. നമ്മുടെ കാല് വെച്ച് നമ്മൾ കാലെടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരിക്കലും നമുക്ക് ഗൈഡ്സ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അത്രയും കുഴികളുണ്ട്. ഈ വെള്ളം വന്ന് വീണ കുഴികളുണ്ട്. അതിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ കയ്യും കാലും ഒടിയെന്നുള്ള കാര്യം ഷുവറാണ്. Pothole.
ഇങ്ങനെ കുത്തിയൊഴുക്കുള്ള പുഴയിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഗൈഡ് കാണിച്ചു തരുന്നത്. നമ്മളെപ്പോഴും കാല് അടുപ്പിച്ച് വെക്കേണ്ട, നല്ല സ്ട്രോങ്ങിൽ എപ്പോഴും കാലെടുത്ത് വയ്ക്കുക, അതുപോലെ പൊക്കി വെച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മളെ വെള്ളം വലിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള അടുത്തൊരു ആക്ടിവിറ്റിയാണ് ഈ ക്ലിഫ് ജമ്പിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രക്കിങ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ജമ്പ് ഉണ്ടായില്ല, അത് 10 അടി വരുന്നതായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. ഇവിടുത്തെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 30 അടിയാണ്. ഇതാണ് ഏറ്റവും എൻഡ് പോയിൻ്റ്. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് സ്ലൈഡെല്ലാം ചെയ്ത് ലാസ്റ്റ് എത്തുന്നത് ഈ ലേക്കിലാണ്. ഈ ലേക്കിലാണ് കയാക്കിംഗ് ഒക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം മഴയും മഞ്ഞും കാരണം ഒന്നും കാണുന്നില്ല. ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് കടലിൻ്റെ അടിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ പല ഗുഹകളിലും കടലിൻ്റെ അടിയിലുള്ള പല ജീവികളുടെയും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പാറകളുടെ മുകളിലുള്ള ഈ ഓരോ ഷേപ്പുകളും പണ്ട് വെള്ളം ഒഴുകിയിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ റിവർ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട്, ഒരുപാട് നല്ല ടയേർഡായിരുന്നു. പിന്നെ ഇറ്റ് വാസ് വെരി അഡ്വഞ്ചറസ്. നമ്മുടെ ഈ റിവർ ആക്ടിവിറ്റി നമ്മുടെ കൂടെ 2 ഗൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് പെർ ഹെഡ് വന്നത് 500 രൂപയാണ് കേട്ടോ. നിങ്ങളൊരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല വിശക്കുണ്ടല്ലേ. നമ്മൾ ഫുള്ള് സെറ്റായി റെഡിയായി. നമ്മളിവിടെ ഫുഡ് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 4 മണി സമയം ചിക്കൻ കറി, ചോറ്, ദാൽ, വെണ്ടക്കപ്പേരി, ചമ്മന്തി. ഇത് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല, ഇന്നലെ നമ്മൾ കഴിച്ച ഫുഡ്, അതുകൊണ്ട് വിൽ ബി ഗുഡ്. ഭക്ഷണം കഴിച്ച് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ മൗലിഗ്നേന്ന് ചിറാപൂഞ്ചിക്കുള്ള യാത്ര തുടങ്ങി. നമ്മൾ ഇന്നലെ വന്ന റൂട്ട് കുറച്ച് വന്ന് അവിടെ നിന്നൊരു ഡീവിയേഷൻ എടുത്താണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 to 4 hours ഡ്രൈവ് ഉണ്ട് ചിറാപൂഞ്ചിക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ വന്ന മൗസിൻഡ്രോൺ ടൗൺ എത്തിട്ടോ. ഇന്നലെ ഇവിടെ ഫുൾ ക്രൗഡല്ലായിരുന്നു. ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഒരു മനുഷ്യനില്ല. ഇവിടെ പൊതുവെ സൺഡേ എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ സാറ്റർഡേ ആണ് മാർക്കറ്റ്, സൺഡേസ് എല്ലാം ലീവായിരിക്കും. ഒരു പെട്ടിക്കട പോലും ഇല്ല. ഇവിടൊക്കെ ഫുൾ ഓഫ് കാർസ്. ദിസ് റെസ്റ്റോറന്റ് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചത് ഈ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. ഇന്ന് അതും ക്ലോസ്ഡാ. സോ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ മേഘാലയ, Sunday you should avoid, no? No. Fine. Sunday carry food. I mean carry food, yeah. You won't get anything. This side only, in Cherrapunji, everywhere you get. Okay, only this side you won't get, okay. Some tourist side is like... Yeah. Mawsynram. This areas you won't get. മേഘാലയയിലത്തെ പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നവോദയക്കാൾ ഹാപ്പി ടു സീ നവോദയ. എവിടെ പോയാലും കാണാറുണ്ടല്ലേ? എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അതെ, യെസ്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നവോദയ ഉണ്ട്. ഇത് ഇവിടുത്തെ പുതിയ നവോദയ സ്കൂളാട്ടോ. പഴയത് അവിടെ ബാക്കിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് റോഡ് സൈഡിൽ കുറച്ച് ഉള്ളിലാണ്. ഇന്നലെ ഇവിടെ മഴ പെയ്തപ്പോൾ ഫുള്ള് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ആക്ച്വലി കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വരുന്നാക്കി കുറേ കണ്ടായിരുന്നു. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് അധികം കാണുന്നില്ല. പക്ഷെ ഇത് കുറച്ചധികം വലിയതുപോലെയുണ്ട്. വലിയ ലാൻഡ്സ്ലൈഡ്. രാത്രി ഒരു 8-9 മണിയോടെ നമ്മൾ ചിറാപൂഞ്ചി എത്തി. അപ്പോൾ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം.